ഹലോ എല്ലാവർക്കും ഹലോ ബിബിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു മിനിമൽ മെറ്റേണിറ്റി കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഐറ്റം ഈ ഒരു ബേബി ബെഡ് വിത്ത് മോസ്കിറ്റോ നെറ്റ് ആണ്. ന്യൂ ബോൺ ബേബിയുടെ സ്കിൻ എന്ന് പറയുന്നത് അറിയാലോ, വളരെ സെൻസിറ്റീവ് ആണ് അല്ലേ. പെട്ടെന്നാണ് കുഞ്ഞിന് അലർജി, ഇറിറ്റേഷൻ, റാഷസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ കൊതുകിന്റെ പ്രാണികളുടെ ശല്യം ഒന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബെഡ് വിത്ത് മോസ്കിറ്റോ നെറ്റിൽ കുഞ്ഞിനെ സേഫ് ആയിട്ട് കിടത്താവുന്നതാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും ഓപ്പൺ ബെഡും അല്ലെങ്കിൽ ഓപ്പൺ ബേബി ബെഡൊക്കെ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു ബേബി ബെഡ് നമ്മൾ ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നമുക്ക് സേഫ് ആയിട്ട് അതിൽ കിടത്തി ഉറക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് വരുന്ന ഒരു ബേബി പില്ലോയാണ്. അടുത്തതായി കുഞ്ഞുണ്ടായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഹൂഡഡ് റിസീവിംഗ് ടവലാണ്. സോ കുഞ്ഞുണ്ടായി ആദ്യത്തെ ടൈമിൽ തന്നെ നേഴ്സ് നമ്മളുടെ അടുത്ത് റിസീവിംഗ് ടവൽ കൊടുക്കാൻ പറയാറുണ്ട്. ഈ ഒരു റിസീവിംഗ് ടവലാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ടൈമിൽ നന്നായിട്ട് പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തരുന്നത്. സോ നല്ല ക്യൂട്ട് പ്രിന്റിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിനെ വാമാക്കി വെക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്യാപ്പ്, മിറ്റൻസും ബൂട്ടീസും. സോ ഇതിന്റെ ഒരു സെറ്റ് നമ്മൾ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ന്യൂ ബോൺ സൈസ് ജബലാസ് ആണ്. കളർ പ്രിന്റിൽ ബട്ടൺ ടൈപ്പ് 100% കോട്ടൺ സോഫ്റ്റ് ജബലാസ് ആണിത്. കുഞ്ഞിനെ വളരെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണിത്. അടുത്തത് പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഓയിൽ ഷീറ്റ് ആണ്. ലാർജ് സൈസിൽ വരുന്ന ഷീറ്റ് ആണിത്. കുഞ്ഞ് വലുതാകുന്നത് വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബിഗ് സൈസിലുള്ള ഒരു ഷീറ്റ് ആണിത്. ബെഡ് പ്രൊട്ടക്ടർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്യൂച്ചറിൽ കുഞ്ഞിനെ ബാത്ത് ടൈമിലും ഒക്കെ നമുക്കിത് ഒരു ബാത്ത് ഷീറ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ക്വിക്ക് ഡ്രൈ ഷീറ്റ് ആണ്. നമുക്കറിയാം ന്യൂ ബേബീസിന് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡയപ്പർ ചേഞ്ചസ് അല്ലെങ്കിൽ യൂറിൻ ലീക്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. സോ ഈ ഒരു ഡ്രൈ ഷീറ്റ് ബെഡിൽ ഇട്ട് കഴിഞ്ഞാൽ നനവ് ഇത് അബ്സോർബ് ചെയ്ത് പുറമെ നല്ല ഡ്രൈ ആയിരുന്നോളും. സോ ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ സ്ലീപ്പിംഗ് സർഫസ് നമ്മുടെ കുഞ്ഞിന് കിട്ടും. ഈ ഒരു ഡ്രൈ ഷീറ്റ് വാഷബിളും റീയൂസബിളും ആണ്. അടുത്തത് കുഞ്ഞിന്റെ ജംപ് സ്യൂട്ട് ആണ്. കുഞ്ഞിനെ ഫുള്ള് കവർ ചെയ്ത് ഇട്ട് കൊടുക്കാവുന്ന ഒരു ഡ്രസ്സാണിത്. ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് വീട്ടിൽ പോകുന്ന ടൈമിൽ കുഞ്ഞിന് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. 0 to 3 months ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അടുത്തത് വാഷ് ക്ലോത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബിയുടെ സ്കിന്ന് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. പ്രത്യേകിച്ചും കുഞ്ഞിന്റെ ഫേസ്, നെക്ക്, കൈ, ഡയപ്പർ ഏരിയ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വാഷ് ക്ലോത്ത് വെച്ച് നന്നായിട്ട് നമുക്ക് തുടച്ച് കുഞ്ഞിന്റെ ഇറിറ്റേഷൻസ് ഒന്നും വരാതെ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് വൈറ്റ് ന്യൂ ബോൺ ജബലാസ് ആണ്. ഓരോ കുഞ്ഞിന്റെയും സൈസ് അനുസരിച്ച് ഇത് ടൈ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനിയുള്ളത് ന്യൂ ബോൺ ക്ലോത്ത് നാപ്പി ആണ്. നെക്സ്റ്റ് ന്യൂ ബോൺ ഡിസ്പോസിബിൾ ഡയപ്പർ ആണ്. ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല യൂസ് ഉള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ. നെക്സ്റ്റ് ഡെലിവറി കഴിഞ്ഞുള്ള ഹെവി ബ്ലീഡിംഗ് ടൈമിൽ അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റേണിറ്റി പാഡാണ്. 5 പാഡാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. ഇത്രയുമാണ് ഈ ഒരു കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തെടുത്ത് ഈ ഒരു മെറ്റേണിറ്റി കിറ്റിൽ വരുന്ന ഐറ്റം. സോ ഇങ്ങനെ നിങ്ങൾക്ക് കിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതിയാകും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.